ചിലർ വന്നിറങ്ങുമ്പോൾ ചരിത്രം മാറി. 4 പതിറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ഈ ദിവസം അത്തരത്തിൽ ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ദിവസമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം. കിഴക്കൻ യൂറോപ്പിൻ്റെ മുകളിൽ ഒരു ഇരുമ്പ് മതിൽ ഉയർന്നു നിന്നിരുന്ന കാലം. കമ്മ്യൂണിസം മനുഷ്യൻ്റെ ആത്മാവിനേക്കാൾ രാഷ്ട്രത്തെ ഉയർത്തിപ്പിടിച്ചു. വിശ്വാസത്തെ അടിച്ചമർത്തി സഭയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ദൈവത്തെ മറക്കാൻ ലോകത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ഇരുട്ടിനുള്ളിൽ നിന്നും ഒരു ശബ്ദമുയർന്നു. ആ ശബ്ദത്തിൻ്റെ പേരാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. 1978 അക്ഷരാർത്ഥത്തിൽ ലോകം അമ്പരന്നു. 400 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇറ്റലിക്ക് പുറത്തു നിന്നും ഒരു മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടു. അതും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് നിന്നുള്ളത്, കരോൾ വോയ്റ്റിവ. നാസി അധിനിവേശവും പിന്നീട് സോവിയറ്റ് കമ്മ്യൂണിസവും നേരിൽ കണ്ട മനുഷ്യൻ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു, കമ്മ്യൂണിസം വെറും രാഷ്ട്രീയ ആശയം മാത്രമല്ല, അത് ദൈവത്തെ മനുഷ്യ ജീവിതത്തിൽ നിന്നും തുടച്ചു നീക്കുന്ന ദുരന്തമാണ്. 1979 ജൂൺ 2 അന്നായിരുന്നു അക്കാലത്തെ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാർക്സിയൻ പ്രത്യാശാസ്ത്രങ്ങൾ കൊണ്ട് മൂക്കിന് കയറിടപ്പെട്ടവരായി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കാരിരുമ്പ് മറകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പോളണ്ടിലേക്കുള്ള തൻ്റെ ചരിത്ര പ്രസിദ്ധമായ യാത്ര നടത്തി. മാർക്സിയൻ സിദ്ധാന്തങ്ങൾ മാത്രം മാറ്റൊലി കൊണ്ടുനിന്ന പോളണ്ടിലെ വാഡോവൈസിൽ ജനിച്ചു വളർത്തപ്പെട്ട കരോളിൻ വോയ്റ്റിവ എന്ന ബാലൻ സർവശക്തനായ ദൈവത്തിന് തൻ്റെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പ് നിയോഗങ്ങളും തിരിച്ചറിഞ്ഞ വൈദികനാവുകയും പിന്നീട് കർദിനാൾ പദവിയിലേക്ക് എത്തപ്പെടുകയും അതിനുശേഷം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് ഏകദേശം കേവലം 8 മാസങ്ങൾ മാത്രം കഴിഞ്ഞപ്പോഴായിരുന്നു തൻ്റെ മാതൃരാജ്യമായ പോളണ്ടിലേക്ക് ആദ്യത്തെ അപ്പസ്തോലിക സന്ദർശനം നടത്തിയത്. ആ യാത്ര പോളണ്ടിൻ്റെ ചരിത്രത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്നുണ്ട്. ജോൺ പോൾ പാപ്പയുടെ 9 ദിവസങ്ങൾ നീണ്ടുനിന്ന ആ പോളണ്ട് തീർത്ഥാടനത്തിൻ്റെ തുടക്കം വാർസോയിലായി. സത്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് എന്ന യേശയ്യാ പ്രവചനത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ പാപ്പയുടെ പാദങ്ങൾ ജൂൺ 2 രാവിലെ വാർസോ വിമാനത്താവളത്തിൽ പതിച്ചപ്പോൾ തന്നെ പോളണ്ടിൻ്റെ സ്വാതന്ത്ര്യത്തിനുള്ള മണിയൊച്ചകൾ മുഴങ്ങിയെന്നതാണ് സത്യം. അന്നേ ദിവസം ഉച്ച കഴിഞ്ഞ് വാർസോയിലെ വിക്ടോറി സ്ക്വയറിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുൻപിൽ പാപ്പ ദിവ്യബലി അർപ്പിച്ചു. ഈ ദിനം വരെ പോളണ്ടിനെ അടക്കിവാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭയന്നത് തന്നെ അവിടെ സംഭവിച്ചു. പാപ്പയുടെ സന്ദർശനത്തോടെ പോളണ്ടുകാരുടെ സ്വാതന്ത്ര്യദാഹം ഉണർന്നിരുന്നു. വാഴ്സോയിലെ വിജയ് സ്ക്വയറിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചരിത്രം മാറ്റിമറിക്കുന്നത്. ഭയപ്പെടേണ്ട, ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയങ്ങളുടെ വാതിലുകൾ തുറക്കുക. ഈ സഹസ്രാബ്ദത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞാൻ നിലവിളിക്കുന്നു. നിന്റെ ആത്മാവിനെ അയച്ച് ഭൂമിയുടെ മുഖവും ഈ ദേശത്തിൻ്റെ മുഖവും പുതുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബലിയർപ്പണത്തിനിടെ പാപ്പ നടത്തിയ പ്രാർത്ഥന അടിച്ചമർത്തലിൻ്റെ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന പോളണ്ടിലെ ജനതയാകെ പ്രത്യാശയുടെ സന്ദേശമായി മാറി. തങ്ങളെ അടിമകളാക്കി നടത്തുന്ന കമ്മ്യൂണിസത്തിനെതിരെ ധൈര്യത്തോടെ നിലകൊള്ളുവാൻ പാപ്പ ലക്ഷക്കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. പാപ്പയുടെ അധരങ്ങളിൽ നിന്നും അടർന്നു വീണ ആ പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ട് നെഞ്ചകം പൊളഞ്ഞു നീറിയ പോളണ്ടിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തെ വേണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. പാപ്പയുടെ പ്രാർത്ഥനയാൽ ദൈവാത്മാവിനാൽ ഉണർത്തപ്പെട്ട പോളണ്ടിൽ തൊട്ടടുത്ത വർഷം സോളിഡാരിറ്റി എന്ന പ്രസ്ഥാനം പ്രകടിപ്പിച്ചു. കിഴക്കൻ യൂറോപ്പിലെ ആദ്യത്തെ സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനം. പോളിഷ് മണ്ണിലെ കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രങ്ങളുടെ നാശം അവിടെ തുടങ്ങുകയും അത് പൂർണ്ണമാകുവാൻ കേവലം 10 വർഷങ്ങൾ മാത്രമേ വേണ്ടിവന്നുള്ളൂ. സർവശക്തിയോടെ അതിനെ പ്രതിരോധിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാർ പട്ടാള നിയമത്തിലൂടെ സോളിഡാരിറ്റിയെ നിരോധിക്കുകയുണ്ടായി. പക്ഷേ പ്രസ്ഥാനം ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ വളർന്നുകൊണ്ടേയിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടകളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സോളിഡാരിറ്റി ജയിച്ചു. അതോടെ പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്നേക്കുമായി അവസാനിക്കും. അതെ, പാപ്പ കാലെടുത്ത് വെച്ച പോളണ്ടിലെ കമ്മ്യൂണിസം തകർന്ന് തരിപ്പണമായി എന്ന് വേണം പറയാൻ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകത്തോട് ഓർമ്മിപ്പിച്ചത് ഇതായിരുന്നു. സഭയുടെ ശക്തി രാഷ്ട്രീയ അധികാരത്തിലല്ല, ക്രിസ്തുവിലാണ്. കമ്മ്യൂണിസം മതിലുകൾ പണിതു, പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസം മനുഷ്യ ഹൃദയങ്ങളെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു.